ഫ്രണ്ട്സ്, എല്ലാവർക്കും മിത്തൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ MED ലീഡ്സിലെ ലെവൽ 9 വരെ ലേണേഴ്സ് ചോദ്യാവലിയിൽ ലെവൽ 9 വരെ ഡിസ്കസ് ചെയ്തു. വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേണേഴ്സ് ചോദ്യാവലിയിലെ 10th ലെവലാണ്. ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പവർ അസിസ്റ്റൻ്റ് സ്റ്റിയറിംഗിൻ്റെ പ്രയോജനം എന്താണ്? ഓപ്ഷൻ എ, ടയർ തേയ്മാനം കുറയ്ക്കുക. ഓപ്ഷൻ ബി, ബ്രേക്കിങ്ങിൽ സഹായിക്കുക. ഓപ്ഷൻ സി, ഡ്രൈവിംഗ് എംഫോർട്ട് കുറയ്ക്കുക. ഓപ്ഷൻ ഡി, ഡ്രൈവിംഗ് എംഫോർട്ട് വർദ്ധിപ്പിക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഡ്രൈവിംഗ് എംഫോർട്ട് കുറയ്ക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പരുക്കൻ ഡ്രൈവിംഗ് എങ്ങനെ ഒഴിവാക്കാം? ഓപ്ഷൻ എ, പാർക്കിംഗ് ബ്രേക്ക് സംവിധാനം പ്രയോഗിക്കുക. ഓപ്ഷൻ ബി, സർവീസ് ബ്രേക്കിൻ്റെ പെട്ടെന്നുള്ള പ്രയോഗം. ഓപ്ഷൻ സി, ഗിയറുകൾ മാത്രം ഉപയോഗിച്ച് വേഗത കുറയ്ക്കുക. ഓപ്ഷൻ ഡി, മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് ബ്രേക്ക് ഉപയോഗിക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് ബ്രേക്ക് ഉപയോഗിക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഏത് അവസ്ഥയിലാണ് വെയ്റ്റ് ട്രാൻസ്ഫർ ഉണ്ടാകുന്നത്? ഓപ്ഷൻ എ, ബ്രേക്കിംഗ്. ഓപ്ഷൻ ബി, കോർണറിംഗ്. ഓപ്ഷൻ സി, ആക്സിലറേഷൻ. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ലാമിനേറ്റ് ചെയ്ത സുരക്ഷാ വിൻസ്ക്രീൻ ഗ്ലാസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ, പൊടിഞ്ഞു വീഴുകയില്ല. ഓപ്ഷൻ ബി, ഡ്യുവൽ ഗ്ലാസുകൾക്കിടയിൽ ഒരു പ്ലാസ്റ്റിക് പാളി ഒട്ടിച്ചിരിക്കുന്നു. ഓപ്ഷൻ സി, ഒരു പെയിൻ ഗ്ലാസ് അല്ല. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ വാഹനം അപകടത്തിൽപ്പെട്ടാൽ പ്രാഥമികമായി എന്തു ചെയ്യണം? ഓപ്ഷൻ എ, നിർത്തുകയും പ്രഥമ ശുശ്രൂഷയും വൈദ്യസഹായവും നൽകുക. ഓപ്ഷൻ ബി, വാഹനം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിച്ചു പോകുക. ഓപ്ഷൻ സി, ഇൻഷുറൻസ് അധികൃതരെ അറിയിക്കുക. ഓപ്ഷൻ ഡി, ആൾക്കൂട്ടമുണ്ടെങ്കിൽ വാഹനം നിർത്തരുത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, നിർത്തുകയും പ്രഥമ ശുശ്രൂഷയും വൈദ്യസഹായവും നൽകുക. ആറാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനത്തിൽ ഇടിച്ചിരിക്കുന്നു. ആ സമയത്ത് ആ വാഹനത്തിൻ്റെ ഉടമയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ, അപകട സ്ഥലത്ത് നിന്ന് വാഹനം ഓടിച്ച് കേടുപാടുകൾ എത്രയും വേഗം ഇല്ലാതാക്കുക. ഓപ്ഷൻ ബി, എത്രയും വേഗം ഇൻഷുറൻസ് അധികൃതരെ അറിയിക്കുക. ഓപ്ഷൻ സി, അപകടം നടന്ന സ്ഥലത്തിൻ്റെ അധികാരപരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ 24 മണിക്കൂറിനുള്ളിൽ അറിയിക്കുക. ഓപ്ഷൻ ഡി, നാട്ടുകാരെ അറിയിക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, അപകടം നടന്ന സ്ഥലത്തിൻ്റെ അധികാരപരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ 24 മണിക്കൂറിനുള്ളിൽ അറിയിക്കുക. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വാഹനത്തിൻ്റെ വിൻസ്ക്രീനിൽ ഘടിപ്പിക്കുന്ന വൈപ്പർ ഡാഷ്. ഓപ്ഷൻ എ, കഴുകുമ്പോൾ വെള്ളം തുടയ്ക്കുന്നതിന്. ഓപ്ഷൻ ബി, ഏത് സീസണിലും വിൻഷീൽഡ് വൃത്തിയാക്കുന്നതിന്. ഓപ്ഷൻ സി, എതിരെ വരുന്ന വാഹനത്തിനെ നിർത്താനുള്ള സിഗ്നലായി. ഓപ്ഷൻ ഡി, വിൻസ്ക്രീനിൽ സംരക്ഷിക്കുന്നതിന്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സീസണിലും വിൻഷീൽഡ് വൃത്തിയാക്കുന്നതിന്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഏത് സുരക്ഷാ ഉപകരണം ഡ്രൈവറെ പരിക്കിൽ നിന്ന് സംരക്ഷിക്കുന്നു? ഓപ്ഷൻ എ, സീറ്റ് പൊസിഷണർ. ഓപ്ഷൻ ബി, സീറ്റ് ബെൽറ്റ്. ഓപ്ഷൻ സി, സീറ്റ് ടൈറ്റണർ. ഓപ്ഷൻ ഡി, ഹാൻഡ് റെസ്റ്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സീറ്റ് ബെൽറ്റ്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, രാത്രിയിൽ ഹൈ ബീം ഓണാക്കി ഒരു കാർ നിങ്ങളുടെ അടുക്കളയ്ക്ക് ഓടിക്കുന്നുവെങ്കിൽ ആ കാറിൻ്റെ ഡ്രൈവർ. ഓപ്ഷൻ എ, ഉയർന്ന ബീമുകൾ മറ്റുള്ളവരെ അന്ധരാക്കുന്നതിനാൽ മോശം പെരുമാറ്റത്തോടെയുള്ള ഡ്രൈവിംഗ്. ഓപ്ഷൻ ബി, ഹൈ ബീം റോഡിൽ പ്രകാശം പരത്തുന്നതിനാൽ സ്ഥിത ഡ്രൈവർ. ഓപ്ഷൻ സി, മറ്റ് റോഡ് ഉപയോക്താക്കളെ സംരക്ഷിക്കുന്നു. ഓപ്ഷൻ ഡി, മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഉയർന്ന ബീമുകൾ മറ്റുള്ളവരെ അന്ധരാക്കുന്നതിനാൽ മോശം പെരുമാറ്റത്തോടെയുള്ള ഡ്രൈവിംഗ്. പത്താമത്തെ ക്വസ്റ്റ്യൻ,
ഒരു ഘോഷയാത്രയുടെയോ അല്ലെങ്കിൽ സൈനികരുടെയോ സംഘത്തെയോ കടന്നു പോകുമ്പോൾ. ഓപ്ഷൻ എ പതിവ് വേഗതയിൽ തുടരുക. ഓപ്ഷൻ ബി ജോലി പൂർത്തിയാക്കാൻ വാഹനം നിർത്തുക. ഓപ്ഷൻ സി വേഗത കുറച്ച് ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക. ഓപ്ഷൻ ഡി നിർത്തിയതിനു ശേഷം മുന്നോട്ട് പോകുക. കറക്റ്റ് ആൻസർ സി ആണ്. വേഗത കുറച്ച് ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക. 11ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു മോട്ടോർ ക്യാബിൻ്റെ രജിസ്ട്രേഷൻ പ്ലേറ്റിൻ്റെ നിറം എന്താണ്? ഓപ്ഷൻ എ വെള്ള പ്രതലത്തിൽ കറുത്ത അക്ഷരങ്ങൾ. ഓപ്ഷൻ ബി മഞ്ഞ പ്രതലത്തിൽ വെള്ള അക്ഷരങ്ങൾ. ഓപ്ഷൻ സി കറുത്ത പ്രതലത്തിൽ മഞ്ഞ അക്ഷരങ്ങൾ. ഓപ്ഷൻ ഡി മഞ്ഞ പ്രതലത്തിൽ കറുത്ത അക്ഷരങ്ങൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. മഞ്ഞ പ്രതലത്തിൽ കറുത്ത അക്ഷരങ്ങൾ. 12ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു റെൻഡേ ക്യാബിൻ്റെ രജിസ്ട്രേഷൻ പ്ലേറ്റിൻ്റെ നിറം ഏതാണ്? ഓപ്ഷൻ എ വെള്ള പ്രതലത്തിൽ കറുത്ത അക്ഷരങ്ങൾ. ഓപ്ഷൻ ബി മഞ്ഞ പ്രതലത്തിൽ വെള്ള അക്ഷരങ്ങൾ. ഓപ്ഷൻ സി കറുത്ത പ്രതലത്തിൽ മഞ്ഞ അക്ഷരങ്ങൾ. ഓപ്ഷൻ ഡി മഞ്ഞ പ്രതലത്തിൽ കറുത്ത അക്ഷരങ്ങൾ. കറക്റ്റ് ആൻസർ സി ആണ്. കറുത്ത പ്രതലത്തിൽ മഞ്ഞ അക്ഷരങ്ങൾ. 13ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ഇലക്ട്രിക് നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ പ്ലേറ്റിൻ്റെ നിറം ഏതാണ്? ഓപ്ഷൻ എ പച്ച പ്രതലത്തിൽ കറുത്ത അക്ഷരങ്ങൾ. ഓപ്ഷൻ ബി പച്ച പ്രതലത്തിൽ വെള്ള അക്ഷരങ്ങൾ. ഓപ്ഷൻ സി പച്ച പ്രതലത്തിൽ മഞ്ഞ അക്ഷരങ്ങൾ. ഓപ്ഷൻ ഡി വെള്ള പ്രതലത്തിൽ പച്ച അക്ഷരങ്ങൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. പച്ച പ്രതലത്തിൽ വെള്ള അക്ഷരങ്ങൾ. 14ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ഇലക്ട്രിക് ട്രാൻസ്പോർട്ട് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ പ്ലേറ്റിൻ്റെ നിറം ഏതാണ്? ഓപ്ഷൻ എ പച്ച പ്രതലത്തിൽ കറുത്ത അക്ഷരങ്ങൾ. ഓപ്ഷൻ ബി പച്ച പ്രതലത്തിൽ വെള്ള അക്ഷരങ്ങൾ. ഓപ്ഷൻ സി പച്ച പ്രതലത്തിൽ മഞ്ഞ അക്ഷരങ്ങൾ. ഓപ്ഷൻ ഡി വെള്ള പ്രതലത്തിൽ പച്ച അക്ഷരങ്ങൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. പച്ച പ്രതലത്തിൽ മഞ്ഞ അക്ഷരങ്ങൾ. 15ാമത്തെ ക്വസ്റ്റ്യൻ. കാൽനട ക്രോസിംഗിൽ കാൽനട യാത്രക്കാർ റോഡ് മുറിച്ച് കടക്കുമ്പോൾ. ഓപ്ഷൻ എ ഹോൺ മുഴക്കി മുന്നോട്ട്. ഓപ്ഷൻ ബി പതുക്കെ ഹോൺ മുഴക്കി കടന്നു പോകുക. ഓപ്ഷൻ സി വാഹനം നിർത്തി കാൽനട യാത്രക്കാർ റോഡ് മുറിച്ചു കടക്കുന്നതുവരെ കാത്തിരിക്കുക. ഓപ്ഷൻ ഡി കാൽനട യാത്രക്കാർ വലതുവശത്താണെങ്കിൽ ഇടതുവശം ചേർന്നോ അല്ലെങ്കിൽ തിരിച്ചോ നിങ്ങൾക്ക് കടന്നു പോകാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. വാഹനം നിർത്തി കാൽനട യാത്രക്കാർ റോഡ് മുറിച്ചു കടക്കുന്നതുവരെ കാത്തിരിക്കുക. 16ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തെ എങ്ങനെ വേർതിരിച്ചറിയാൻ കഴിയും? ഓപ്ഷൻ എ ടയർ വലിപ്പം നോക്കി. ഓപ്ഷൻ ബി വാഹനത്തിൻ്റെ നിറം അനുസരിച്ച്. ഓപ്ഷൻ സി വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റിൽ നോക്കി. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റിൽ നോക്കി. 17ാമത്തെ ക്വസ്റ്റ്യൻ. നടപ്പാത ഇല്ലാത്ത റോഡിൽ കാൽനട യാത്രക്കാർ. ഓപ്ഷൻ എ റോഡിൻ്റെ ഇടതുവശത്തു കൂടി നടക്കണം. ഓപ്ഷൻ ബി റോഡിൻ്റെ വലതുവശത്തു കൂടി നടക്കണം. ഓപ്ഷൻ സി റോഡിന് ഇരുവശവും നടക്കാം. ഓപ്ഷൻ ഡി കാൽനട യാത്രക്കാർക്ക് റോഡിലൂടെ നടക്കാൻ അനുവാദമില്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. റോഡിൻ്റെ വലതുവശത്തു കൂടി നടക്കണം. 18ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏത് തരത്തിലുള്ള വാഹനങ്ങൾക്കാണ് മുൻഗണന നൽകേണ്ടത്? ഓപ്ഷൻ എ പോലീസ് വാഹനങ്ങൾ. ഓപ്ഷൻ ബി ആംബുലൻസ്. ഓപ്ഷൻ സി ഫയർ സർവീസ് വാഹനങ്ങൾ. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏത് സാഹചര്യത്തിലാണ് ഒരു വാഹനത്തിൻ്റെ ഡ്രൈവർ ഓവർടേക്ക് ചെയ്യാവുന്നത്? ഓപ്ഷൻ എ മലയിറങ്ങുമ്പോൾ. ഓപ്ഷൻ ബി റോഡിന് ആവശ്യത്തിന് വീതിയുണ്ടെങ്കിൽ. ഓപ്ഷൻ സി മുന്നിലുള്ള വാഹനത്തിൻ്റെ ഡ്രൈവർ സിഗ്നൽ കാണിക്കുമ്പോൾ. ഓപ്ഷൻ ഡി എതിർദിശയിൽ നിന്ന് വാഹനങ്ങൾ വരുന്നില്ലെങ്കിൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. മുന്നിലുള്ള വാഹനത്തിൻ്റെ ഡ്രൈവർ സിഗ്നൽ കാണിക്കുമ്പോൾ. 20ാമത്തെ ക്വസ്റ്റ്യൻ. ഡ്രൈവർ വാഹനം സാധാരണഗതിയിൽ ഓടിക്കേണ്ടത്. ഓപ്ഷൻ എ റോഡിൻ്റെ വലതുവശത്തു കൂടി. ഓപ്ഷൻ ബി റോഡിൻ്റെ ഇടതുവശത്തു കൂടി. ഓപ്ഷൻ സി റോഡിൻ്റെ മധ്യഭാഗത്തു കൂടി. ഓപ്ഷൻ ഡി റോഡിൻ്റെ ഏത് വശത്തു കൂടിയും. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. റോഡിൻ്റെ ഇടതുവശത്തു കൂടി. ഇപ്പോൾ നമ്മൾ ലെവൽ 10 കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്.
ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.